Everyone, let me say a few words from this psalm. ഈ പലരെയും സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് അല്പം നിമിഷം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. The title of this song mention a song of ascent. ആമേൻ. ആരോഹണ ഗീതം എന്ന് നമ്മൾ ഇതിന്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കുന്നു. Basically chapter 122 to 134 it's considered as a song of ascent. സങ്കീർത്തനങ്ങൾ 122 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതമായി നമ്മൾ കാണുന്നു. At least 3 times the Israel they used to go to Jerusalem. ഏകദേശം 3 പ്രാവശ്യം ഒരു വർഷത്തിന്റെ 3 പ്രാവശ്യം ഇസ്രായേൽ മക്കൾ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. The purpose was in order to celebrate the festival. അവരുടെ ഉത്സവങ്ങൾ ആഘോഷിക്കുവാൻ വേണ്ടിയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. The basic purpose of all these festivals is they must remember what God has done in their past. കഴിഞ്ഞ നാളുകളിൽ ദൈവം അവർക്ക് ചെയ്ത നന്മകളെ ഓർക്കേണ്ടതിന് വേണ്ടിയാണ് അവർ അവിടെ ഉത്സവങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. Especially the new generation, they did not know what God has done in their forefathers. പുതിയ തലമുറയ്ക്ക് അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. Probably I think this is the time that the forefathers used to share all these stories with their generation. തങ്ങളുടെ പിതാക്കന്മാർ തന്റെ മക്കളോട് തലമുറകളോട് അവരുടെ സന്ദേശങ്ങൾ ദൈവം അവർക്ക് ചെയ്ത നന്മകൾ ഓർപ്പിക്കുന്ന ഒരു സമയമായിരുന്നു അത്. When it comes into chapter 126 verse number 1, 126 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണും, the words say something like when the Lord restored the fortunes of Zion, we were like those who dream. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. In this psalm we see 3 analogies. മൂന്ന് താരതമ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Number 1 analogy, what we see here, the Lord restored the fortunes of Zion, we were like those who dream. ആദ്യത്തെ കാര്യം അവിടെ പറയുന്നത് സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായി. What is the context of these words? അതിന്റെ പശ്ചാത്തലം എന്താകുന്നു? Many of you know this context basically. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മൾക്കെല്ലാം സുപരിചിതമാണ്. Nebuchadnezzar came from Babylon and besieged Jerusalem and destroyed the whole land and have taken the people into captivity. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൽ നിന്ന് വന്ന് യെരുശലേം പ്രവാസികളെ മുഴുവൻ തന്റെ അടിമകളാക്കി മാറ്റുമ്പോൾ, and now Daniel, Shadrach, Meshach, Abednego, even as all these people, the prophets, they are in a captivity. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ തുടങ്ങിയ എല്ലാ പല പ്രവാചകന്മാരും തന്റെ ആധിപത്യത്തിന്റെ കീഴിലാകുമ്പോൾ, while they were in the captivity, ആ അടിമത്തത്തിന്റെ കീഴിൽ, we can say once you are in a slavery, you don't have any songs to sing. ഒരു അടിമത്തത്തിന്റെ കീഴിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പുതിയൊരു പാട്ട് പാടാൻ തനിക്ക് ആത്മാവിൽ ഒന്നുമില്ല. Probably 137, if you look at the chapter 137 of Psalm, probably something very connected with this Psalm also. 137 സങ്കീർത്തനം പരിശോധിച്ചാൽ ചില കണക്ഷനുകൾ, ചില ബന്ധങ്ങൾ നമ്മൾക്ക് 124 കാണാൻ സാധിക്കും. 137 says, by the waters of Babylon there we sat down and wept and we remembered Zion. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. On the willows there we hung up our lives. അതിന്റെ നടുവിലെ അളരി വൃക്ഷങ്ങളെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. For there our captives recalled us to sing a song. ഞങ്ങളെ ബദ്ധരാക്കി പോയവർ സിയോൻ ഗീതങ്ങളിൽ നിന്നൊന്ന് ചൊല്ലുവാൻ എന്ന് പറഞ്ഞു. And now we said, how shall we sing a Lord's a song in the foreign land? ആമേൻ എന്ന് പറഞ്ഞു. ഗീതങ്ങൾ ഞങ്ങളെ പീഡിപ്പിച്ചവരുടെ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ യഹോവയ്ക്ക് ഗീതം അന്യദേശത്ത് പാടേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു. No, during the captivity they don't have a song to sing. അവർക്കൊരു പുതിയ ഗീതം അന്യരുടെ ദേശത്ത് പാടാൻ ഇല്ല. Because the reason they don't see any hope. കാരണം അവരുടെ മുമ്പിൽ ഒരു പ്രത്യാശയില്ല. There is no hope in them. The promises are getting bleak in their life. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും മങ്ങി അവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. Prophet Isaiah and Jeremiah, all these prophets, even though prophesied that they are going to have a captives free, but that did not happen in their life. യെശയ്യാ പ്രവാചകനെ, യെരമ്യാ പ്രവാചകന്മാരെല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രവചിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇതൊന്നും അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നില്ല. Those prophecies were remained unfulfilled. ആ പ്രവചനങ്ങൾ ഒന്നും നിവൃത്തിയാകാതെ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, and now they were in tears. അവർ കണ്ണുനീരിലായിരിക്കുന്നു.
Praise the Lord. Amen. Praise the Lord. Hallelujah. But here something happened. ഇവിടെ അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, You know, when you know the history of Israel, ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ, all of a sudden one night, ഒരു രാത്രി കൊണ്ട് a man called Cyrus, കോരശ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, Isaiah chapter 45, if you want to read about him, it is mentioned that he is an anointed king Cyrus. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ അഭിഷക്തനായ ഒരു രാജാവിന് കോരശിനെ പരിചയപ്പെടുത്തുന്നു. No, he is the king of Media Persia. പേർഷ്യ എന്ന ആ രാജ്യത്തിന്റെ ഭാഗമായ ഒരു രാജാവായിരുന്നു. Even the Bible, you know, already Isaiah prophesied about him. കോരശ് രാജാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ Verse പ്രവചിച്ചിരിക്കുന്നു. number 1 says he will subdue the nation. അവൻ രാജ്യത്തെ മുഴുവൻ കീഴടക്കുമെന്ന് നമ്മൾ And കാണുന്നു. you know, God said to him, I will open the doors before him. അവന് മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് നമ്മൾ I will കാണുന്നു. go before him. അവന് മുമ്പേ ഞാൻ കടന്നു And I will break in pieces the doors of bronze and cut through the bars of iron. അവന് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്തു. And on that night the king Cyrus captured the land of Babylon. അന്ന് രാത്രി കൊണ്ട് ബാബിലോൺ ദേശം മുഴുവൻ കോരശ് രാജാവ് കീഴടക്കുന്നത് നമുക്ക് കാണാൻ Praise സാധിക്കും. God. Hallelujah. When the Kairos moment come, ഒരു കൈറോസ് മൂവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വരും. all of a sudden, എത്രയും പെട്ടെന്ന് the story of Israel has changed. ഇസ്രായേൽ മക്കളുടെ ചരിത്രം മുഴുവൻ, അവരുടെ കഥ മുഴുവൻ തിരിഞ്ഞു. So this morning time, let me tell you a prophetical word to somebody. ഇന്ന് പകൽ ആരോടോ ഒരു പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു Probably you might going through a tough time, a challenging time during this season. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെയാകാം നിങ്ങൾ. But let me tell you a prophetical word. When the Kairos moment comes on your life, oh hallelujah, that would be like a momentary, you know, vidudal deliverance. Amen. നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റേതായ കൈറോസ് സമയം വന്നു കഴിയുമ്പോൾ അത് നൊടി നേരം കൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തെ മുഴുവൻ ഒരു വിടുതലിലേക്ക് തിരിക്കുവാൻ One night God can change the whole fortune of your life. ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളെയും ദൈവത്തിന് How many of you can believe in this morning time? രാത്രി വിശ്വസിക്കും. Probably you are going through tough time and a challenging time. ഇന്ന് പകൽ പല വെല്ലുവിളികളും നേരിടുന്നവർ എന്നെ I കേൾക്കുന്നു. don't know what you are going through in this morning time. എന്താണ് കടന്നു പോകുന്നത്? But let me tell you, പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, oh, your deliverance would be like a you know, a one night deliverance. രാത്രി കൊണ്ട് നിങ്ങളുടെ വിടുതൽ ദൈവത്താൽ സംഭവിക്കും. Hallelujah. 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 Amen. Hallelujah. Hallelujah. സ്വപ്ന സ്തോത്ര തുല്യമായ ഒരു വിടുതൽ ദൈവം നമുക്ക് വേണ്ടി ദൈവം തരുവാൻ ശക്തനാണ്. The Lord will bring a deliverance just like you dream dreams. Praise the Lord. Amen. Hallelujah. Hallelujah. Praise the Lord. I don't have a time. Let me go, you know, continue. Let me continue these words. നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. And now, verse number 2 says, our mouth was filled with laughter. രണ്ടാം വാക്യം നമ്മൾ കാണുന്നു, അന്ന് ഞങ്ങളുടെ വായിൽ ചിരി Our നിറഞ്ഞു. tongue with the shout of joy. ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും When the നിറഞ്ഞു. Kairos moment comes, ദൈവത്തിന്റെ സമയമാകുന്ന കൈറോസ് വെളിപ്പെടുമ്പോൾ, when the Kairos moment comes, ദൈവിക സമയമാകുന്ന കൈറോസ് വെളിപ്പെടുമ്പോൾ, you know, you don't need to do anything. നമ്മൾ ഒന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല. God will send his anointed man Cyrus for you. അഭിഷക്തനെ പോലുള്ളവരെ അവന്റെ സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുവാൻ. This morning time, let me tell you, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് if you are faithful in the presence of God, ഇന്ന് പകൽ നിങ്ങൾ ദൈവസന്നിധിയിൽ God വിശ്വസ്തരായിരിക്കുക. will send a Cyrus for you. ഒരു കോരശ് രാജാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കുവാൻ. God will send a man for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ അയക്കും. God will send an angel for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കും. Even the Peter was in the chain and in the custody of Acts chapter 12. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് കാരാഗൃഹത്തിലാകുന്നു. And he was sleeping. അവൻ ഉറങ്ങുകയായിരുന്നു. But the Bible says an angel came ഒരു ദൂതൻ വന്നു. with him, you know, with a moment. അവനെ തട്ടി ഉണർത്തി. You know, the angel opened the first gate, the second gate, even the third gate. ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലും അവന്റെ മുമ്പിൽ ദൂതൻ തുറന്നു. Let me tell you this morning time, even though you are in the chain and under the custody, ആമത്തിലും കാരാഗൃഹത്തിലായിരുന്നാലും, oh, you are thinking that all these shackles are chained to me. എല്ലാ ആമങ്ങളും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുമ്പോൾ, A prophetical word for you, the angel of God will appear for you in your Kairos moment. ഒരു പ്രവചന ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് പറയുന്നു. നിങ്ങൾക്കായുള്ള ദൂതൻ ദൈവിക സമയത്ത് വെളിപ്പെടും. Hallelujah. Hallelujah. A Kairos moment will appear for you. ഒരു കൈറോസ് സമയം ദൈവത്താൽ
എന്നാൽ സംഭവിക്കും. Hallelujah. Hallelujah. That time we will be like those who dream. Amen. ആ സമയം സ്വപ്നം കാണുന്നവരെ പോലെ നമ്മളായി തീരും. Even yesterday, you know, Pastor Sunny Pastor and Sobin, we all were sharing all this. Amen. ഞങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സണ്ണി പാസ്റ്ററും സോബിനുമായുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The challenge were there. Amen. ഒത്തിരി വെല്ലുവിളികൾ മുമ്പിൽ When ഉണ്ടായിരുന്നു. the Kairos moment comes, പക്ഷേ ദൈവിക കൈറോസ് വെളിപ്പെട്ടപ്പോൾ momentary, ആ നിമിഷത്തിൽ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് a moment, ആ നൊടി നേരത്തിൽ a moment, ഒറ്റ നൊടി നേരത്തിൽ the whole destiny, എല്ലാ the whole സാഹചര്യങ്ങളും fortune എല്ലാ has സമ്മർദ്ദങ്ങളും changed upside down. എല്ലാ കഥയും മാറി മറിഞ്ഞു. ഇതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. Amen. This is the work of the Lord. Let me tell you this morning. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. How many of you believe that എത്ര പേർ God വിശ്വസിക്കും? can do something? God can bring a Kairos moment for you. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൈറോസ് സമയം വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. Praise the Lord. Thank you Jesus. Then when it comes into this passage, ആ വാക്യത്തിലേക്ക് നമ്മൾ the വീണ്ടും second ചിന്തിക്കുമ്പോൾ analogy, Amen. രണ്ടാമത്തെ we താരതമ്യം see verse number 4. നാലാമത്തെ വാക്യത്തിൽ കാണാം. Restore our fortunes, O Lord. Amen. Restore ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. like a streams in the Negev. Amen. ഞങ്ങളുടെ തെക്കിൻകാട്ടിലെ തോടുകളെ പോലെ. Already they were freed from the captivity. Amen. അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരായിരുന്നു. And then now again they are, the writer stating the same statement. Amen. എഴുത്തുകാരൻ ദാവീദ് വീണ്ടും എഴുതുകയാണ്. What does that mean? Amen. എന്താണ് അതിന്റെ അർത്ഥം? The first group of captives already got freed. Amen. ആദ്യത്തെ അടിമത്തത്തിൽ കിടന്നൊരു കൂട്ടം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ They are in Jerusalem now. Amen. അവർ യെരൂശലേമിലേക്ക് Now യഥാസ്ഥാനപ്പെട്ടു. they are praying again. Amen. അവിടെ നിന്നുകൊണ്ട് അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നു. Lord, കർത്താവേ, there is another group of people Amen. ഇനിയും ഞങ്ങളുടെ ജനം ബാക്കിയുണ്ട്. still remain in the Amen. captivity. പ്രവാസികളായുണ്ട്. And Lord, Amen. കർത്താവേ, bring them back. അവരെ മടക്കി വരുത്തണമേ. Hallelujah. Amen. And there is a word mentioned here, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് like a streams in the Negev. Amen. തെക്കേ നാട്ടിലെ പ്രവാസി. തെക്കേ നാട്ടിലെ പ്രവാസി. What is the തെക്കേ നാട്ടിലെ പ്രവാസി? Like a streams in the Negev. Amen. തെക്കേ നാട്ടിലെ പ്രവാസികൾ എന്ന് പറയുന്നത് I don't have a time to explain it. I'll say one word. Amen. അവിടെ ഒറ്റ വാക്ക് കൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. The daughter of Caleb, stated a statement. What do we know? Amen. കാലേബിന്റെ മകളാകുന്ന അക്സ ഒരു പദം ഒരു കാര്യം പറയുന്നു. One day he went and said to his dad, ഒരു ദിവസം തന്റെ പിതാവിന്റെ അടുത്ത് Dad, you gave me Amen. അപ്പ a എനിക്ക് land of Negev. നെഗേബ് എന്ന് പറയുന്ന ദേശം നീ എനിക്ക് തന്നു. നീ തെക്കേ നാടാ നീ എനിക്ക് തന്നത്. Amen. തെക്കേ നാട് എനിക്ക് നീ തന്നു. What is speciality and the peculiarity of a തെക്കേ നാട്? Amen. ആ തെക്കേ നാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? തെക്കേ നാട് is a deserted land. Amen. അതൊരു it is a desert It is a dry land. അതൊരു മരുഭൂമിയാണ്. It's nothing will come out from this dry land. അവിടെ ഒരു ഫലവും നൽകാത്ത ഭൂമിയാണ്. But something happens in between. പക്ഷേ അവിടെ ഇടനിലയിൽ ഒരു സംഭവം സംഭവിക്കുന്നു. Once in a blue moon. ഒരു ദിവസത്തിൽ പല വർഷങ്ങളിൽ ഒരു ദിവസം. Once in a blue moon. Amen. പല വർഷങ്ങളിൽ You ഒരു can ദിവസം. expect a heavy downpouring. Amen. അവിടെ നമുക്ക് ഒരു വലിയ മഴ കാണാൻ സാധിക്കും. When the heavy downpouring happens, ആ മഴ സംഭവിക്കുമ്പോൾ what will happen? അവിടെ എന്താണ് സംഭവിക്കുന്നത്? Water will burst from the ground. Amen. ദേശവും നിലവും വരെ വെള്ളം and the created streams in the middle of the ground. അവിടെ എല്ലാം നദികൾ ഉണ്ടാകുന്നത് നമ്മൾ And കാണാൻ സാധിക്കും. Lord, the whole country of തെക്കേ നാട് will be filled with water. Amen. ആ സമയത്ത് മുഴുവൻ അവിടെ തോടുകളാൽ നിറയപ്പെടും. Amen. 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 When you understand, when the streams comes, what will happen? ഒരു ദേശത്ത് തോടുകളാൽ ചുറ്റപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾക്കെല്ലാം അറിയാം. You see, that is representing blessing. Amen. അതൊരു അനുഗ്രഹത്തെ കാണിക്കുന്നു. Amen. Amen. ഇന്ന് രാവിലെയും Amen. In this morning, ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. some people are praying. കർത്താവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ എന്റെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റണമേ. Lord, renew our lives just like the streams in the desert. Just like we already heard. Amen. നമ്മൾ കേട്ടതുപോലെ This morning we can pray continuously. Amen. നമ്മൾ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Lord, കർത്താവേ, restore my fortune. Amen. ഞങ്ങളെ മടക്കി വരുത്തണമേ. Two groups of people are seated here. Amen. രണ്ട് തരത്തിലുള്ള ആളുകൾ ഇന്ന് One group already see the miracle. Amen. ഒരു കൂട്ടർ already അത്ഭുതം കണ്ടു കഴിഞ്ഞു. The Kairos moment already
came their life. അവർക്ക് വേണ്ടിയുള്ള കൈറോസ് The സമയങ്ങൾ second വെളിപ്പെട്ടു group of കഴിഞ്ഞു. people, രണ്ടാമത്തെ they കൂട്ടം are ആളുകൾ expecting a miracle. അവരൊരു അത്ഭുതം They are waiting for a Kairos moment. അവരുടേതായ കൈറോസ് സമയത്തിന് വേണ്ടി ദൈവത്തിൽ കാത്തിരിക്കുന്നു. And let me tell you this morning, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് you can pray loudly. ആമേൻ. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ശബ്ദമുയർത്തി. കർത്താവേ, Lord, restore my fortune, O കർത്താവേ, Lord. ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. Like streams in the Negev. ആമേൻ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Praise the Lord. ആമേൻ. The final analogy, verse number 6. ആമേൻ. ആറാമത്തെ വാക്യത്തിൽ He അവസാനത്തെ who goes out of weeping, ആമേൻ. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് bearing the seed for sowing, കറ്റ ചുമന്നും ആർത്തും shall കൊണ്ട് come വരുന്നു. home with the shouts of joy. ആമേൻ. അവർ ആർത്തും കൊണ്ട് മടങ്ങി വരുന്നു. Amen. ആമേൻ. You know, I was thinking myself, ഞാൻ ചിന്തിക്കുകയായിരുന്നു, in Kerala, ആമേൻ, കേരളം പോലുള്ള there is a place പ്രദേശങ്ങളിൽ called Kuttanad. അവിടെ കുട്ടനാട് എന്ന് പറയുന്നൊരു ദേശമുണ്ട്. They have so much, cultivation. ആമേൻ. അവിടെ ഒത്തിരി കൃഷി നടക്കുന്ന I സ്ഥലമാണ്. don't know anybody from Kuttanad area. കുട്ടനാടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? I don't know, in Andhra Pradesh, I don't know, you have some, cultivation in your land. അങ്ങനത്തെ കൃഷി സ്ഥലങ്ങൾ ആന്ധ്രയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. Now, when you sow the seed, അവിടെ നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ I don't know which kind of song you sing. എന്ത് തരത്തിലുള്ള പാട്ടാണ് നമ്മൾ പാടുന്നതെന്ന് എനിക്കറിയത്തില്ല. When they have a harvest, I have heard a lot of stories. ആമേൻ. അവർ കൊയ്ത്തും കൊണ്ട് മടങ്ങി വരുമ്പോൾ പാട്ട് പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. Usually it's called a harvest songs, koithu songs. ആമേൻ. കൊയ്ത്ത് പാട്ടുകൾ എന്നാണ് അതിനെ Koithu paattugal, അറിയപ്പെടുന്നത്. yes, praise the Lord. But I don't know what kind of songs they sing, during the time of sowing the seed. വിത്ത് വിതയ്ക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഗീതങ്ങളാണ് അവർ പാടുന്നത് നമ്മൾക്ക് അറിയത്തില്ല. I don't know. ആമേൻ. അറിയത്തില്ല. But here, ആമേൻ. പക്ഷേ ഇവിടെ in contrary, ആമേൻ, അതുപോലെ they were, the writer mentioning sow in tears. ആമേൻ. എഴുത്തുകാരൻ ദാവീദ് പറയുകയാണ് കണ്ണീരോടെ വിതയ്ക്കുക. I don't know how many of you sow in tears. I don't know, sow in tears. I don't know. അഞ്ചാമത്തെ വാക്യത്തിൽ അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് എനിക്കറിയത്തില്ല. കണ്ണുനീരോടെ വിതയ്ക്കുക. Praise the Lord. ആമേൻ. Praise the Lord. ആമേൻ. Praise the Lord. I will let you know the context of this passage. ഇതിന്റെ പശ്ചാത്തലം കുറച്ചുകൂടെ ആഴമായി നമ്മൾ And now the first captives already been in the Jerusalem. ആമേൻ. ആദ്യത്തെ കൂട്ടർ അടിമകൾ തിരിച്ച് And when യഥാസ്ഥാനപ്പെട്ട they യെരൂശലേമിൽ came മടങ്ങി into the വന്നു. land of Jerusalem, അവർ യെരൂശലേമിൽ മടങ്ങി വന്നപ്പോൾ they came with so much expectation. അവർ വലിയ പ്രതീക്ഷകളോടെയാണ് അവരുടെ ദേശത്തേക്ക് മടങ്ങി But വരുന്നത്. when they landed in their land, പക്ഷേ അവർ അവരുടെ ദേശത്ത് the വന്നപ്പോൾ whole land were full of rubble. ആമേൻ. ആ ദേശം മുഴുവൻ കല്ലുകൾ മാത്രമായിരുന്നു. And the whole land was burned and destroyed. അവരുടെ ദേശം മുഴുവൻ, പട്ടണം മുഴുവൻ ചുട്ടരിക്കപ്പെട്ട Including the അവസ്ഥയായിരുന്നു. city, having Jerusalem temple, even their family land. അവരുടെ യെരൂശലേം ദേവാലയം നിന്നിരുന്ന പട്ടണം പോലും ചുട്ടരിക്കപ്പെട്ടിരുന്നു. The whole land was under rubble. ആമേൻ. അവരുടെ എല്ലാ ആ ദേശം മുഴുവൻ ചാരമായിരുന്നു. And as a result, most of them were in tears. അതുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. They all were in tears. അതുകൊണ്ട് അവർ They കരഞ്ഞുകൊണ്ടിരുന്നു. don't want to cultivate anything anymore. ആമേൻ. അവിടെ വേറൊന്നും ചെയ്യാൻ അവർക്ക് They സാധിക്കില്ല. simply sit and they crying. അവിടെ അവർ കണ്ണുനീരിലായിരിക്കുന്നു. They were in tearful. അവർ കണ്ണുനീരിലായിരിക്കുന്നു. And now the writer says, അവിടെ കണ്ണുനീരിലായിരിക്കുന്ന ആ don't ദാവീദ്, sit idle. ആമേൻ, വെറുതെ ഇരിക്കരുത്. With your tears, ആമേൻ. നിങ്ങളുടെ sow the seed. ആമേൻ. അവിടെ നിന്നുകൊണ്ട് കണ്ണുനീരിലും വിത്ത് വിതയ്ക്കുക എന്ന് Let me ദാവീദ് tell you once പറയുന്നു. again, ആമേൻ. ഒരിക്കൽ കൂടെ ഞാൻ don't നിങ്ങളോട് sit പറയട്ടെ. idle. ആമേൻ. വെറുതെ ഇരിക്കാതെ, Rather with your tears, വെറുതെ ഇരിക്കാതെ sow seed. ആ കരച്ചിലിലും ഒരു വിത്ത് Sow വിതയ്ക്കുക. seed. ആ കരച്ചിലിലും Sow ഒരു in വിത്ത് വിതയ്ക്കുക. tears. ഒരു വിത്ത് വിതയ്ക്കുക. In tears, കണ്ണുനീരിലും ഒരു വിത്ത് sow വിതയ്ക്കുക. seed. കണ്ണുനീരിലും ഒരു വിത്ത് വിതയ്ക്കുക. Sow seed. കണ്ണുനീരിലും വിത്തുകളെ Sow വിതയ്ക്കുക. seed. വിത്തുകളെ വിതയ്ക്കുക. So that you will see, you are going to see a big harvest. ആമേൻ. കാരണം ആർപ്പോടെ കൊയ്യുന്നൊരു നാൾ വരുന്നു. You are going to see a shouts of joy. ആമേൻ. ആർപ്പോടെ കൊയ്യുന്നൊരു കാലം Oh, തുറക്കപ്പെടുന്നു. how many of you believe in this morning time? എത്ര പേർ വിശ്വസിക്കും? Hallelujah. 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 ഹല്ലേലൂയ. So in tears. ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുക. I know there are people in this congregation. ആമേൻ. പലരും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നവർ So in tears. ആമേൻ. കണ്ണുനീരോടെ I വിതച്ചവരുണ്ട്. don't know what you are sowing in tears. നിങ്ങൾ കണ്ണുനീരിലായിരിക്കുമ്പോൾ എന്ത് വിതയ്ക്കുന്നു എന്ന് Let me tell you a പ്രാധാന്യമുണ്ട്. prophetical word. ആമേൻ. പ്രവചന ശബ്ദമായി വിളിച്ചു How much പറയട്ടെ. you sow tears, ആമേൻ. കണ്ണുനീര് നിങ്ങൾ എത്രത്തോളം വിതയ്ക്കുന്നുവോ that much shouts of joy is going to reap in coming days. അത്രത്തോളം ആർപ്പോടെ വരുന്ന നാളുകൾ നിങ്ങൾ കൊയ്യുവാനിടയായി തീരും. Oh, how many of you believe in this morning? എത്ര പേർ വിശ്വസിക്കും? എത്രമാത്രം നീ കണ്ണുനീര് വിതയ്ക്കുന്നു, How much more you sow in your അത്രമാത്രം tears. നീ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട
with shouts of joy. നിന്റെ കണ്ണുനീർ ഒരിക്കലും വൃഥാവായി തീരത്തില്ല. Your tears will never go in നിന്റെ vain. കണ്ണുനീർ ഒരിക്കലും നഷ്ടമായി തീരത്തില്ല. Your tears will never go നിന്റെ in കണ്ണുനീർ vain. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. Your tears will never go in vain. Hallelujah. 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 Amen. The weeping may last for the night. Amen. Hallelujah. The weeping may last for the night. Amen. ദുഃഖം രാത്രി മുഴുവൻ നിരന്തരം നിൽക്കും. But the joy comes in the morning. ഉഷസ്സിങ്കലോ ആനന്ദം വരും. This evening, no. Amen. The season of your evening, Amen. നിങ്ങളുടെ സന്ധ്യാകാലം, നിങ്ങളുടെ maybe sowing tears. Amen. ആ കണ്ണുനീരിൽ വിതയ്ക്കുന്ന So that in കാലമാകട്ടെ. the morning, കാരണം ഉഷസ്സിങ്കൽ you are going to see a shout of joy. Amen. ആർപ്പോടെ കൊയ്യുന്നൊരു I കാലം. mean, if you believe, എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? shout a praise the Lord. Amen. ശബ്ദമുയർത്തി നന്ദി പറയുന്നു. Hallelujah. Hallelujah. സ്വർഗ്ഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. Father, we thank you for this wonderful time. അങ്ങയുടെ സാന്നിധ്യം നിന്ന് രാവിലെ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. Thank you that your presence is here. അങ്ങയുടെ മഹത്വം കൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങളെ വീണ്ടും അലങ്കരിക്കും. Fill us with your glory. പ്രാർത്ഥനകേട്ടനായി സ്തോത്രം. Thank you for hearing our prayers. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus.